Hi, everybody. Good morning. Welcome back to the online platform of first degree students. Guys, through the last class, we were discussing here a poem named The House of My Childhood, written by Dilip Chitra. Am I right? Good. സോ ഗൈസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊരു വിഷയം എന്ന് പറയുന്നത് ഒരു കവിതയായ പോം. ആ പോം ദിലീപ് ചിത്രയുടെ തൻ്റെ കുട്ടിക്കാലത്തെ വീടിനെക്കുറിച്ചുള്ള ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആയിരുന്നു അല്ലേ. ഒരു ഗ്രഹാതുരത്വ സ്മരണകൾ എന്ന് പറയുന്ന ഒരു കവിതയായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സോ ടുഡേ ഇറ്റ് സെൽഫ് ഐ വുഡ് ലൈക്ക് ടു അനലൈസ് അനദർ ഇമ്പോർട്ടൻറ്റ് പോം നെയ്മഡ് ഓൾഡ് ഫോക്സ് ലവ്. Come on, once again, Old Folks Love, written by Maya Angelou. Come on, Maya Angelou. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കവിത എന്ന് പറയുന്നത് ഓൾഡ് ഫോക്സ് ലവ് എന്നാണ്. ഓൾഡ് എന്ന വാക്കിനർത്ഥം യു അണ്ടർസ്റ്റുഡ്, ഐ തിങ്ക്, പ്രായം ചെന്ന, വൃദ്ധരായ എന്നൊക്കെ അർത്ഥം. ഫോക്ക് മീൻസ് സാമാന്യ, കോമൺ പീപ്പിൾ എന്നാണ്. കോമൺ പീപ്പിൾ, സാധാരണക്കാർ. അപ്പോൾ ഓൾഡ് ഫോക്ക് എന്ന് പറഞ്ഞാൽ വൃദ്ധരായ സാധാരണ ജനങ്ങൾ. ലവ്, ചിരിക്കുന്നു. അപ്പോൾ വൃദ്ധരായ സാധാരണ ജനങ്ങളുടെ ചിരി എന്ന ഒരു വിഷയത്തെ, ഒരു ടോപ്പിക്കിനെ അഭിസംബോധനം ചെയ്തുകൊണ്ടാണ് നാം ഇന്ന് നിങ്ങളുമായിട്ട് ക്ലാസ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവില്ലേ? നിങ്ങൾ ശ്രദ്ധിക്കോ? ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ കവിതൻ്റെ പേരൊന്ന് വായിക്കേ. കമോൺ. യെസ്, ദ ഓൾഡ് ഫോക്സ് ലവ്. സാമാന്യ, കോമൺ പീപ്പിൾ ചിരിക്കുന്നു. ക്ലിയർ അല്ലേ? യെസ്. റിട്ടൺ ബൈ മായ ഏഞ്ചലോ. ആരെഴുതിയതാണ്? മായ ഏഞ്ചലോ. ഇപ്പം നിങ്ങൾ മായ ഏഞ്ചലിനെ കണ്ടോ? ഓക്കെ, ഇതാണ് നമ്മളെ മുതൽ കേട്ടോ. ഇനി നമുക്ക് മായ ഏഞ്ചലോ എന്ന് പറയുന്ന ആൾ ആരാണ് എന്നതിനെക്കുറിച്ചുള്ള ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ, ഒരു ബയോഗ്രഫി ഒന്ന് നോക്കാം. നിങ്ങൾ എൻ്റെ കൂടെ വായിക്കൂലേ? ഓക്കെ, കമോൺ. താങ്ക് യു. എന്ന് എൻ്റെ കൂടെ വായിച്ചേ. കമോൺ. മായ ഏഞ്ചലോ വാസ് ആൻ അമേരിക്കൻ പോയറ്റ്. കേട്ടോ. അപ്പോൾ അവൾ ആരായിരുന്നു? ഒരു അമേരിക്കക്കാരിയായ കവയത്രിയായിരുന്നു. മെമ്മോറിസ്റ്റ് ആൻഡ് സിവിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റ്. കേട്ടോ. അപ്പോൾ കവിതകൾ എഴുതുന്ന, പിന്നെ എന്താ, അപ്പോൾ മെമ്മോറിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറിപ്പുകളൊക്കെ എഴുതുന്ന, പിന്നെ അഭിസംബോധനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു എഴുത്തുകാരിക്കാണ് മെമ്മോറിസ്റ്റ് എന്ന് പറയാം. ആൻഡ് സിവിൽ റൈറ്റ് ആക്ടിവിസ്റ്റ്. സിവിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആഭ്യന്തര കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന എഴുത്തുകാരി. കേട്ടോ, സിവിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റ്. ഷീ പബ്ലിഷ്ഡ് 7 ഓട്ടോബയോഗ്രഫീസ്. 7ഓളം ആത്മകഥാംശമുള്ള ഓട്ടോബയോഗ്രഫികൾ അവൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 3 ബുക്സ് ഓഫ് എസ്സേയ്സ്. 3 എസ്സേ പുസ്തകങ്ങൾ. സെവറൽ ബുക്സ് ഓഫ് പോയട്രി. ഒരുപാട് കവിതകളുടെ പുസ്തകങ്ങൾ. ആൻഡ് ഈസ് ക്രെഡിറ്റഡ് വിത്ത് എ ലിസ്റ്റ് ഓഫ് പ്ലേസ്. ഒരുപാട് നാടകങ്ങൾ അവൾ എഴുതിയിട്ടുണ്ട്. മൂവീസ് അതിന് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. ആൻഡ് ടെലിവിഷൻ ഷോസ് സ്പാനിങ് ഓവർ 50 ഇയേഴ്സ്. 50 വർഷത്തിനുള്ളിൽ ഇതൊക്കെ അവൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനത്തെ ഒരു മഹാ എഴുത്തുകാരിയാണ് കമാൺ ആര്? മായ ഏഞ്ചലോ. അണ്ടർസ്റ്റുഡ്? ഗുഡ്. ഷീ റിസീവ്ഡ് ഡസൻസ് ഓഫ് അവാർഡ്സ് ആൻഡ് മോർ ദാൻ 50 ഹോണററി ഡിഗ്രീസ്. കണ്ടാ. അപ്പോൾ അവൾ ഡസൻസ് ഓഫ് അവാർഡ്സ്, 12ലധികം അവാർഡ്സ് അവൾ റിസീവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് മോർ ദാൻ 50 ഹോണററി ഡിഗ്രീസ്. 50ലധികം ഡിഗ്രീസ്, ഹോണററി ഡിഗ്രീസ്, ഡോക്ടറേറ്റും അവൾ നേടിയിട്ടുണ്ട് എന്നർത്ഥം. പറഞ്ഞാൽ മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അണ്ടർസ്റ്റുഡ് ആണോ? ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനിയൊന്ന് എൻ്റെ കൂടെ വായിച്ചെല്ലാവരും. കബോൺ. ബോൺ 4th April 1928 എന്ന് ജനിച്ച് 4ാം തീയതി ഏപ്രിൽ. സെൻറ്റ് ലൂയിസ്, മിസോറി, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അമേരിക്കയിലെ മിസോറിയിലെ സെൻറ്റ് ലൂയിസ്. ഡയഡ് 28 May 2014. ഈ അടുത്ത് 2014 മെയ് 24 മരിച്ചു. വിൻസ്റ്റൺ സെയിൽസ്, നോർത്ത് കരോളിന, യുണൈറ്റഡ് സ്റ്റേറ്റ്. അവിടെ വെച്ചാൽ മരിക്കുന്നത്. പോംസ് ഓൺ ദ പൾസ് ഓഫ് മോർണിംഗ് എന്നൊരു കവിത അവളുടേതാണ്. വുമൻ വോക്ക്, എ ബ്രേവ് ആൻഡ് സ്റ്റാർട്ട്ലിംഗ് ട്രൂത്ത്സ്, മദർ, എ ക്രാഡിൽ ടു ഹോൾഡ് മീ. അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. അവാർഡ്സ്, ഗ്രാമി അവാർഡ്സ് ഫോർ ബെസ്റ്റ് സ്പോക്കൺ വേർഡ് ആൽബം, പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം, സ്പിൻഖാൻ മെഡൽ, ഒരുപാടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് അവളുടെ അവാർഡ്സുകൾ. ശ്രദ്ധിക്കാം. ഇനി നമ്മൾ ഒന്നും കൂടി മനോഹരമായിട്ട് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാം. എൻ്റെ കൂടെ ഒന്ന് വായിച്ചെല്ലാവരും. എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടാവുമോ? ഓക്കെ, ശ്രദ്ധിക്കൂ. കമോൺ.
മായ ഏഞ്ചലോ 1928 മുതൽ 2014 വരെ ജീവിച്ച മഹാ എഴുത്തുകാരിയായ അമേരിക്കക്കാരിയാണ് മായ ഏഞ്ചലോ. ഓക്കെ, ഇനി നമുക്ക് അവളുടെ ഒരു ബയോഗ്രഫി ഒന്ന് നോക്കാം, പ്രൊഫൈൽ നോക്കൂ. മായ ഏഞ്ചലോസ് ഒറിജിനൽ നെയിം, അവളുടെ യഥാർത്ഥ പേര് വാസ് മാർഗരറ്റ് ആൻ ജോൺസൺ. എന്താണ്? മാർഗരറ്റ് ആൻ ജോൺസൺ എന്നതാണ് അവളുടെ ഒറിജിനൽ നെയിം. അണ്ടർസ്റ്റുഡ്? ഗുഡ്. She was born on April 4th, 1928 at St. Louis, Missouri in America. അമേരിക്കയിലെ മിസോറി എന്ന സ്റ്റേറ്റിലെ സെൻറ്റ് ലൂയിസ് എന്ന പ്രദേശത്താണ് 28 ഏപ്രിൽ 4 അവൾ ഭൂജാതയാകുന്നത്. അണ്ടർസ്റ്റുഡ്? ഗുഡ്. ഷി വാസ് എ സ്പോക്സ് പേഴ്സൺ ഫോർ ദ ബ്ലാക്സ് ആൻഡ് വിമൻ. ഉണ്ടാ, ഇവളൊരു സ്പോക്സ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട വക്താവ് എന്നർത്ഥം. വക്താവ് അറിയില്ല, അതിൻ്റെ ആൾ. ഏതിൻ്റെ ആൾ? ഫോർ ദ ബ്ലാക്സ്, നീഗ്രോ വർഗത്തിന് വേണ്ടി എഴുതുന്ന ആളായിരുന്നു അവർക്ക് വേണ്ടി സംസാരിക്കുന്ന സ്പോക്സ് പേഴ്സണാണ്, വക്താവാണ്. ആൻഡ് വുമിൻ, അതേപോലെ തന്നെ സ്ത്രീകളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി സംസാരിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അണ്ടർസ്റ്റുഡ്? ഗുഡ്. ഷി വാസ് ദ ഫസ്റ്റ് ബ്ലാക്ക് വുമൻ പോയറ്റ് ടു റീഡ് ഹെർ പോം ഓൺ ദ പൾസ് ഓഫ് മോർണിംഗ് അറ്റ് ദ ഇനോഗുറേഷൻ ഓഫ് പ്രസിഡന്റ് ബിൽ ക്ലിൻ്റൺ ഇൻ 1993, വിച്ച് ഇൻറ്റൻസിഫൈഡ് ഹെർ പോപ്പുലാരിറ്റി. എന്താ മനസ്സിലായത്? നോക്കൂ, ഷി വാസ് ദ ഫസ്റ്റ് ബ്ലാക്ക് വുമൻ, ആദ്യത്തെ ഒരു നീഗ്രോ പെണ്ണായിരുന്നു ഇവള്. എങ്ങനത്തെ പെണ്ണ്? പോയറ്റ്, ഒരു കവിയായിരുന്നു. ടു റീഡ് ഹെർ പോയം, അവളുടെ പോയം അവതരിപ്പിക്കാൻ, വായിക്കാൻ പറ്റിയ ചാൻസ് കിട്ടിയ ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരിയായ പെണ്ണായിരുന്നു. ഏത് കവിതയെ പാടിയത്? ഓൺ ദ പൾസ് ഓഫ് മോർണിംഗ്, പ്രഭാതത്തിൻ്റെ മിടിപ്പ് എന്നർത്ഥത്തിലുള്ള പൾസ് ഓഫ് മോർണിംഗ് എന്ന് പറയുന്ന ഒരു കവിത ഇവൾ ആലപിച്ചു. ഇവൾക്ക് ആലപിക്കാൻ ചാൻസ് കിട്ടി. ഇവളുടെ കവിതയുടെ പേര് തന്നെയാണത്. എന്ന് അറ്റ് ദ ഇനോഗുറേഷൻ ഓഫ് പ്രസിഡന്റ് ബിൽ ക്ലിൻ്റൺ 1993 1993 ബിൽ ക്ലിൻ്റൺ അമേരിക്കയുടെ പ്രസിഡൻ്റായി ചുമതലയേൽക്കുമ്പോൾ ആ ഒരു ഇനോഗുറേഷൻ സെറിമണിയിൽ, ഉദ്ഘാടന ആഘോഷവേളയിൽ ഇവൾക്ക് ഇവളുടെ കവിത അവതരിപ്പിക്കാൻ അവിടെ ചാൻസ് കിട്ടി. മനസ്സിലായി പറഞ്ഞത്? എന്ന് 93 ബിൽ ക്ലിൻ്റൺ അമേരിക്കയുടെ പ്രസിഡൻ്റായി ചുമതലയേൽക്കുന്ന അന്നത്തെ ഇനോഗുറേഷൻ സെറിമണിയിൽ ഈ ഒരു മായ ഏഞ്ചലോ എന്ന് പറയപ്പെടുന്ന ബ്ലാക്ക് പോയറ്റ്, നീഗ്രോ കവിയത്രിയായിരുന്നു. അവൾക്ക് ഒരു ചാൻസ് കിട്ടി ഒരു പാട്ട് പാടാൻ അല്ലെങ്കിൽ കവിത ആലപിക്കാൻ. ഏതാണ് കവിതൻ്റെ പേര്? എല്ലാവരും പറയും. ഓൺ ദ പൾസ് ഓഫ് മോർണിംഗ്. പറഞ്ഞ മനസ്സിലായോ? നിങ്ങൾക്ക് ശ്രദ്ധിക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, താങ്ക് യു. വിച്ച് ഇൻറ്റൻസിഫൈഡ് ഹെർ പോപ്പുലാരിറ്റി, അത് അവളുടെ ജനകീയത അങ്ങോട്ട് കൂട്ടി. മനസ്സിലായോ? അപ്പോൾ ബിൽ ക്ലിൻ്റൺ അമേരിക്കയുടെ പ്രസിഡന്റ് എന്നൊക്കെ പറയുമ്പോൾ വലിയ സംഭവമാണല്ലോ അല്ലേ? അതിൻ്റെ ഉദ്ഘാടന വേളയിൽ അമേരിക്കൻ്റെ പ്രസിഡൻ്റായി അങ്ങോട്ട് അധികാരമേൽക്കുമ്പോൾ ആ ഒരു ഇനോഗുറേഷൻ വേളയിലാണ് ഇവളുടെ കവിത ആലപിക്കാൻ ഇവളെ ക്ഷണിക്കുന്നത്. അത് വലിയൊരു പോപ്പുലാരിറ്റി കൂടി, ഇവളുടെ ജനകീയത കൂടി. ഏട്ടാ, ക്ലിയർ അല്ലേ? ഷി വാസ് നോമിനേറ്റഡ് ഫോർ ദ നാഷണൽ ബുക്കർ അവാർഡ് ഇൻ 1970. 1970 ഇവൾക്ക് എന്തിനെ നോമിനേറ്റ് ചെയ്തു? നാഷണൽ ബുക്കർ അവാർഡിന് വേണ്ടി ഇവളെ നോമിനേറ്റ് ചെയ്തു. ഓക്കെ ആണല്ലോ. ആൻഡ് ഫോർ ദ പുലിറ്റ്സർ പ്രൈസ് ഇൻ 1971. 71 പുലിറ്റ്സർ പ്രൈസിന് വേണ്ടിയിട്ടും ഇവളെ നോമിനേറ്റ് ചെയ്തു. ഓക്കെ അല്ലേ? ഷി ഹാസ് ഓൾസോ റിസീവ്ഡ് ഇന്യൂമറബിൾ അവാർഡ്സ്. ഇന്യൂമറബിൾ എന്ന് പറഞ്ഞാൽ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത, കേട്ടോ, അതാണ് പറഞ്ഞത്. ഷി ഹാസ് ഓൾസോ റിസീവ്ഡ് ഇന്യൂമറബിൾ അവാർഡ്സ് ആൻഡ് ഹോണേഴ്സ്. ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. ആൻഡ് ഓവർ 30 ഹോണററി ഡിഗ്രീസ്. 30ഓളം ഡോക്ടറേറ്റ് ഡിഗ്രികളിൽ മുകളിലായിട്ട് 30-ലപ്പുറം ഡിഗ്രീസ് ലഭിച്ചിട്ടുണ്ട്. ഷി ഫേംലി ബിലീവ്ഡ് ദാറ്റ്, അവൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഷി ഫേംലി ബിലീവ്ഡ് എന്നാൽ അവൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ദാറ്റ് ദ ഹോണററി ഡ്യൂട്ടി ഓഫ് എ ഹ്യൂമൻ ബീയിങ്, ഒരു മനുഷ്യൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ്റെ ഹോണററി ഡ്യൂട്ടി ഓഫ് എ ഹ്യൂമൻ ബീയിങ്, ഒരു മനുഷ്യൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഈസ് ടു ലവ്, എന്ത് ചെയ്യുകയാണ്? പ്രണയിക്കുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സറിഞ്ഞ് സ്നേഹിക്കുക. ഇതാണ് ഒരു മനുഷ്യൻ്റെ ഡ്യൂട്ടി എന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഫേംലി ബിലീവ്ഡ്. അണ്ടർസ്റ്റുഡ്? ഗുഡ്. ഷി ഡൈഡ് ഓൺ 9th June 2014. 2014 ജൂൺ മാസം 9 പരലോകത്തിൻ്റെ സുഷുപ്തിയിലേക്ക് അവൾ പോയി. പറഞ്ഞ് മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? എൻ്റെ കൂടെ ഉണ്ടോ? ഓക്കെ, താങ്ക് യു. ഇത്രയും നിങ്ങൾ ക്ലിയർ അല്ല മക്കളെ? എങ്കിലും നമുക്ക് നെക്സ്റ്റ് പേരയൊന്ന് കൂടെ ഒരുമിച്ച് വായിക്കണേ. നന്നായി ശ്രദ്ധിക്കണം കേട്ടോ മക്കളെ, ശ്രദ്ധിക്കൂ. ഓൾഡ് ഫോക്സ് ലോഫ് കേട്ടാ.
വൃദ്ധരായ ജനങ്ങൾ ചിരിക്കുന്നു. ആരാണ്? വൃദ്ധരായ ജനങ്ങൾ ചിരിക്കുന്നു എന്നതാണ് നമ്മളുടെ കവിതയുടെ പേര് കേട്ടാ, ഓൾഡ് ഫോക്സ് ലവ്. ഇതിൽ എൻ്റെ കൂടെ ഒന്ന് വായിച്ചോ. ദിസ് പോം ഡിസ്ക്രൈബ്സ്, ഇനി ഈ കവിതയെക്കുറിച്ചാണ് പറയുന്നത്. ദിസ് പോം ഡിസ്ക്രൈബ്സ്, ഈ കവിത വിശദീകരിക്കുന്നത് ദ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഫീച്ചേഴ്സ് ഓഫ് ഓൾഡ് പീപ്പിൾ. എന്താണ്? ദ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഫീച്ചേഴ്സ് ഓഫ് ഓൾഡ് പീപ്പിൾ, അഥവാ വൃദ്ധരായ ജനങ്ങളുടെ ഫിസിക്കൽ ശാരീരികവും മെൻ്റൽ മാനസികവുമായ സവിശേഷതകളെ ഈ കവിത വിവരിക്കുന്നു. മനസ്സിലായല്ലോ പറഞ്ഞ്? എന്താണ്? ഓൾഡ് പീപ്പിൾ, വൃദ്ധരായ ആളുകളുടെ മാനസികവും ശാരീരികവുമായ സവിശേഷതകളെയാണ് ഈ കവിത നമ്മളോട് പറയുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? ഓക്കെ. ദേ ഡോണ്ട് ബോദർ എബൌട്ട് ഡിക്കോറം, അവർ ഡിക്കോറത്തെക്കുറിച്ച് ചിന്തിക്കാറേയില്ല. വൃദ്ധരായ ആളുകൾ എന്തിനാണ് ഡിക്കോറത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്? ഡിക്കോറം എന്ന് പറഞ്ഞാൽ ഔചിത്യബോധം എന്നൊക്കെയാണ് അർത്ഥം. അഥവാ ഒരു സദസ്സിൽ എങ്ങനെ പെരുമാറണം, എന്തൊക്കെ ചെയ്യണം എന്നൊന്നും അവർ മൈൻഡ് ചെയ്യാറില്ല. അവർക്ക് തോന്നിയത് അങ്ങോട്ട് പറയും, പിന്നെ ചിരിക്കാൻ പാടില്ലാത്തത് ചിരിക്കും, ഒക്കെ ചെയ്യും. ദാറ്റ് മീൻസ് ദേ ആർ ഓൾഡ് ഫോക്സ്. അവർ വൃദ്ധരാണ്. അവർ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കും, നെവർ മൈൻഡാണ്. അവർക്ക് ഒരു ഡിക്കോറം, ഒരു ഔചിത്യബോധമില്ല. അവർക്ക് വന്നത് സത്യസന്ധമായാണ് ചെയ്യും. കാപട്യമുണ്ടോ അവർക്ക്? ഉണ്ടോ? ഇല്ല. ഹിപ്പോക്രസി ഇല്ല. ക്ലിയർ അല്ല മക്കളെ? ഇതാണ് ഈ കവിതയുടെ ആകെ മൊത്തം ടോട്ടൽ. നെക്സ്റ്റ് പോയിന്റ് വായിക്കൂ. ദേ ഡോണ്ട് ബിലീവ് ഇൻ ഹിപ്പോക്രിറ്റിക്കൽ പൊളൈറ്റ്നസ്. കണ്ടാ, ഹിപ്പോക്രിറ്റിക്കലായ പൊളൈറ്റ്നസ്സിൽ അവർ വിശ്വസിക്കുന്നില്ല. എന്താണ് ഹിപ്പോക്രിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ? എന്താണ് വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പിന്നെ കാപട്യം നിറഞ്ഞ എന്നർത്ഥം കേട്ടാ. കാപട്യം നിറഞ്ഞ, പൊങ്ങച്ചമുള്ള. പിന്നെ പൊളൈറ്റ്നസ് എന്ന് പറഞ്ഞാൽ സൗമ്യ പ്രകൃതം. അപ്പോൾ കാപട്യം നിറച്ച ഒരു സൗമ്യ പ്രകൃതം ഉണ്ടല്ലോ, ഒരു പൊളൈറ്റ്നസ് കാണിക്കുക, അതവർക്കില്ല. അവർക്ക് എന്താണ് തോന്നുന്നത് ആ സ്പോട്ടിൽ അവർ അതങ്ങോട്ട് പറയുകയും ചിരിക്കാൾ ചിരിക്കുകയും പൊട്ടിച്ചിരിക്കുകയും ഒക്കെ ചെയ്യും. കാപട്യം ഒന്ന് ഉള്ളിൽ വെച്ചുകൊണ്ട് പുറത്തൊക്കെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒന്നുമില്ല. അതാണ് ഹിപ്പോക്രിറ്റിക്കൽ പൊളൈറ്റ്നസ്. കാപട്യം നിറഞ്ഞ ഒരു പൊളൈറ്റ്നസ്സേ അവർക്കില്ല. അതിലവർ വിശ്വസിക്കുന്നില്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ. അതുകൊണ്ട് തന്നെ therefore, അതിനാൽ their lips and brows are free of strain, അവരുടെ ലിപ്സ്, അവരുടെ നാവുകൾ, ആൻഡ് ബ്രൗസ്, പുരികങ്ങൾ, നെറ്റികൾ, ആർ ഫ്രീ ഓഫ് സ്ട്രെയിൻ, സ്ട്രെയിനിൽ നിന്നും ഫ്രീ ആണ് എന്ന് പറഞ്ഞാൽ അവരുടെ ചുണ്ടും നെറ്റിയൊക്കെ അനാവശ്യമായ ഉത്കണ്ഠകളിൽ നിന്നും സ്വതന്ത്രമാണ്. പിന്നെ അവർ എന്തെങ്കിലും ബലം പിടിച്ചും കൊണ്ട് അങ്ങനെ അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അവർ ടോട്ടലി ഫ്രീ ആണ്. അനാവശ്യമായ ബലം പിടിക്കേണ്ട ആവശ്യം അവർക്കില്ല. സ്പോണ്ടാനിയസ് ആയിട്ട് അങ്ങനെ ചെയ്തോളും. ഒന്നിനും അവർക്ക് ഡിക്കോറില്ല. ദാറ്റ് മീൻസ് അവർ പിന്നെ ഔചിത്യബോധം കാണിക്കേണ്ട ആവശ്യം, സ്ഥലം സന്ദർഭം ഒന്നും നോക്കേണ്ട ആവശ്യം അവർക്കില്ല. നമ്മളൊക്കെ സ്ഥലം സന്ദർഭം നോക്കിയിട്ട് എന്ത് ചെയ്യുള്ളൂ? അവർക്കതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം അവരങ്ങനെയാണ്. ഓക്കെ. അപ്പോൾ അവർക്ക് വളരെ ഫ്രീ ആണ്, സ്വതന്ത്രമായിട്ട് എന്തും ചെയ്യാമെന്നാണ് കവി പറയുന്നത് കേട്ടോ. ഇതിനൊക്കെ പുറമേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കവി പറയുന്നത്, ബിസൈഡ്സ്, ഇതിനൊക്കെ പുറമേ ദേ അലോ ദെയർ ബെല്ലീസ്, അവരുടെ ബെല്ലികളെ അവർ അനുവദിക്കുന്നു. ദാറ്റ് മീൻസ് വൃദ്ധരായ ആളുകൾ അവരുടെ ബെല്ലി മീൻസ് അവരുടെ വയറ് എന്നൊക്കെ പറയും അല്ലേ, ഈ വയറിനെ അവർ അനുവദിക്കുകയാണ്. ടു ഷെയ്ക്ക് റിഥമെറ്റിക്കലായിട്ട് താളാത്മകമായി കുലുക്കാൻ. ഏതുപോലെ? ലൈക്ക് ടാമ്പറിൻ എന്ന് പറഞ്ഞാൽ ഈ മദ്ദളമൊക്കെ ഉണ്ടല്ലോ, മദ്ദളം കൊട്ടുമ്പോഴുണ്ടാകുന്ന ഒരു താളാത്മകത ഉണ്ടല്ലോ, അതേപോലെ തന്നെ വയറ്, ടാമ്പറിൻ്റെ താളത്തിനനുസൃതമായി വയറ് കുലുക്കിച്ചിരിക്കാൻ. സെലിബ്രേറ്റിംഗ് ദെയർ ലോഫർ. അപ്പോൾ ചിരി അങ്ങോട്ട് പൊട്ടിയിട്ട് ഈ മദ്ദളം കൊട്ടുന്ന ഒരു ഒച്ച പോലെ വയറിങ്ങനെ കുലുക്കിക്കാണ്ട് ആ പള്ളം കുലുക്കിയിട്ട് ചിരിക്കാൻ അവരെ വയറിനെ അനുവദിക്കുന്നു. ദാറ്റ് മീൻസ് വളരെ ഫ്രീ ആയിട്ട്, സ്ട്രെയിനൊന്നുമില്ലാതെ, ഒരു ടെൻസില്ലാതെയാണ്, ഒരു എന്താ പറയുക, ഒരു സ്ട്രെയിനും എടുക്കാതെ അവർ മനോഹരമായി ചിരിക്കുകയും കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു. ഇങ്ങനത്തെ ആളുകൾ ആര് മാത്രമേ ഉള്ളൂ? വൃദ്ധർ, കുട്ടികൾ അല്ലേ. ഇവിടെ വൃദ്ധരെ കുറിച്ചാണ് പറയുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? അവരെക്കുറിച്ചാണ് കവി പറയുന്നത്. മായ ഏഞ്ചലോ. ക്ലിയർ അല്ലേ മക്കളെ? അണ്ടർസ്റ്റുഡ് അല്ലേ? എങ്കിൽ നമുക്ക് കവിത വായിക്കട്ടെ. നിങ്ങളുടെ കൂടെ ഉണ്ടാവുമോ? ഓക്കെ, താങ്ക് യു. എങ്കിൽ എൻ്റെ കൂടെ കവിത വായിക്കൂ. കമോൺ ഓൾ ഓഫ് യു. ഓൾഡ് ഫോക്സ് ലോഫ്. വായിക്കട്ടെ. They have spent their content of simpering, holding their lips this and that way, winding the lines between their brows. Old folks allow their bellies to jiggle like slow tambourines.
ഓക്കെ ഗൈസ്, വളരെ ഇമേജറി ഉപയോഗിച്ച്, വളരെ പ്രതിബിംബങ്ങൾ ഉപയോഗിച്ച്, വളരെ മനോഹരമായ പോയറ്റിക് ഡിവൈസുകൾ യൂസ് ചെയ്തുകൊണ്ട്, ഫിഗർ ഓഫ് സ്പീച്ചുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് കവി ഈ കവിത എഴുതിയിരിക്കുന്നത് കേട്ടാ. ഓൾഡ് ഫോക്സ് ലോഫ് എന്ന് പറയുന്ന കവിത, ഇതൊരു ഫ്രീ വേഴ്സാണ്. ഫ്രീ വേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിനെന്തില്ല, കവിതയുടെ ആ ഒരു എൻഡിങ് ലൈനിൽ അവസാനിക്കുന്ന എ ബി സി 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 അങ്ങനെ സാധനം അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. വളരെ ഒരു പറച്ചിൽ അങ്ങോട്ട് പറയാൻ കവി നോക്കൂ. ദേ ഹാവ് സ്പെൻഡ് ദെയർ കണ്ടൻറ് ഓഫ് സിംബറിങ്. അപ്പോൾ ദേ എന്ന് പറഞ്ഞാൽ ഓൾഡ് ഫോക്സ്, വൃദ്ധരെ കുറിച്ചാണ് സംസാരിക്കുന്നത് കേട്ടോ. ദേ ഹാവ് സ്പെൻഡ് എന്ന വാക്കിനർത്ഥം ചിലവഴിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ ചിരിച്ചു എന്നർത്ഥം, എത്ര ഉള്ളൂ കേട്ടോ. ഇവിടെ ചിലവഴിക്കുന്ന ക്യാഷൊന്നല്ല. ദേ ഹാവ് സ്പെൻഡ് ദെയർ കണ്ടൻറ് ഓഫ് സിംബറിങ്. അവർ കണ്ടൻറ്റഡാണ്, സംതൃപ്തരാണ്. സിംബറിങ് എന്ന് പറഞ്ഞാൽ കൃത്രിമമായി പുഞ്ചിരിക്കുക. എന്താ അർത്ഥം? അവർ ഇടോൺ ദേ ഹാവ് സ്പെൻഡ് ദെയർ കണ്ടൻറ് ഓഫ് സിംബറിങ് എന്ന വേർഡിൻ്റെ മീനിങ് എ സില്ലി സ്മൈൽ ദാറ്റ് കണ്ടെയ്ൻസ് നോ ഇമോഷൻ എന്നുള്ളതാണ്. വലിയൊരു ഇമോഷനൊന്നും ഇല്ലാതെ, വലിയൊരു വികാരമൊന്നും ഇല്ലാതെ വെറുതെ ഇങ്ങനെ ഒരു ഒന്നുമില്ലാതെ അങ്ങനെ ചിരിക്കുമല്ലോ, അങ്ങനെ ചിരിക്കുക, അതാണ് സിംബറിങ്. അങ്ങനത്തെ ചിരിയിൽ കണ്ടൻറ് ആയവരാണ് ആര്? കമോൺ, നമ്മൾ വൃദ്ധര്. അപ്പം അത്തരം ഒരു ഇമോഷനും ഒരു വികാരങ്ങളും ഇല്ലാതെ ഒന്നിനും ടെൻസ്ഡ് ആവാതെയുള്ള ആ ഒരു ചിരിയിൽ കണ്ടൻറ്റഡ് ആണ്, സംതൃപ്തരായവരാണ് നമ്മുടെ ആ വൃദ്ധരായ ആളുകൾ. ഓക്കെ. ഹോൾഡിങ് ദെയർ ലിപ്സ് ദിസ് ആൻഡ് ദാറ്റ് വേ. ചില യൂത്ത് ചിരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ചില യൂത്ത് ഇവിടെ യൂത്തിനെ പിന്നെ എന്ത് ചെയ്യാണ്, ഓൾഡിനോട് ഒന്ന് കമ്പാരിസൺ നടക്കുന്നുണ്ട് കേട്ടോ. യൂത്ത് ചിരിക്കുമ്പോൾ എങ്ങനെയാണ്? ഹോൾഡിങ് ദെയർ ലിപ്സ് ദിസ് ആൻഡ് ദാറ്റ് വേ. ചുണ്ടൊന്ന് അങ്ങനെ പിടിച്ച് ഒന്നിങ്ങനെ, അല്ലെങ്കിൽ ദിസ് വേ അല്ലെങ്കിൽ ദാറ്റ് വേ. മനസ്സിലായെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് നമ്മൾ ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് തന്നെ കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ വളരെ പിന്നെ ഹിപ്പോക്രറ്റിക്കലി ആയിട്ടാണ്, വളരെ കപടമായ ഒരു പുഞ്ചിരിയൊക്കെയാണ് കൊണ്ടുവരാറ് അല്ലേ. വൈൻഡിങ് ദ ലൈൻസ് ബിറ്റ്വീൻ ദെയർ ബ്രോസ്. എന്നാലോ നമ്മൾ വൃദ്ധർ അവരുടെ പിന്നെ ബ്രോസ്, അവരുടെ ഐബ്രോ അല്ലെങ്കിൽ പിന്നെ അവരുടെ ഫോർഹെഡ്, നെറ്റിയിലൊക്കെ ഇടയിൽ ചുക്കിച്ചുളിവുണ്ടാവാറുണ്ട്. മനസ്സിലായി നിങ്ങൾക്ക്? അപ്പോൾ അതൊന്നും ആരും മെയിൻറ്റെയിൻ ചെയ്യാറില്ല. ഇവിടെ ഒരു യൂത്തിൻ്റെയും ഹോൾഡിൻ്റെയും ആ ഒരു ചിരിക്ക് ഇടയിലുള്ളൊരു കമ്പാരിസൺ നോക്കൂ. നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. ഓൾഡ് എന്ന് പറയുന്നത് വളരെ ഫ്രീ ആണ് അല്ലേ. അവർക്ക് ഒന്നിനെയും നോക്കാനില്ല, കീഴ്മേൽ നോക്കാനില്ല. അവർ പ്രാരാബ്ധങ്ങളിൽ നിന്നും എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും പിന്നെ ഫ്രീ ആയിട്ട് ഒരു വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. അപ്പോൾ അവരുടെ പല്ല് ഇങ്ങനെ പോയിട്ട് കൊഴിഞ്ഞിട്ടുണ്ടോ, നീണ്ട പല്ലാണോ എന്നൊന്നും ചിരിയിൽ അവർ മൈൻഡേ ചെയ്യാറില്ല അല്ലേ. അതേ സമയത്ത് യൂത്തോ അറിയില്ല. അപ്പോൾ നമ്മളൊരു ഉദാഹരണത്തിന് ഒരു പല്ല് കെട്ടിയ ആളെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് സപ്പോസ് സങ്കല്പിക്കുക കേട്ടോ. അപ്പോൾ അവർ ഫോട്ടോ എടുക്കുമ്പോൾ അവരിങ്ങനെ ഉടിച്ചു നിൽക്കും, കാരണം പല്ല് ഇങ്ങനെ കാണാതിരിക്കാൻ. അതേ സമയത്ത് നമ്മൾ ഓൾഡ് ആണെങ്കിലോ, ഈ പല്ല് നീണ്ട പല്ലാണെങ്കിൽ പോലും ഒരു മൈൻഡും ചെയ്യാതെ ഫ്രീ ആയിട്ട് അങ്ങനെ ചിരിച്ചോളും അല്ലേ. കണ്ടോ നിങ്ങൾ? ഇതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ. ഓൾഡ് എന്ത് ചെയ്യുന്നു? വളരെ ഫ്രീ ആയിട്ട്, വളരെ കണ്ടൻറ്റഡ് ആയിട്ട് ചിരിച്ചു കൊണ്ടിരിക്കുന്നു. മനസ്സിലായി നിങ്ങൾക്ക്? ഇനി വായിക്കൂ. ഓൾഡ് ഫോക്സ് അലോ ദെയർ ബെല്ലീസ്. ഓൾഡ് ഫോക്സ് അലോ ദെയർ ബെല്ലീസ്. ബെല്ലി എന്ന് പറഞ്ഞാൽ വയറ് എന്നർത്ഥം. ഓൾഡ് ഫോക്സ് അവരുടെ ബെല്ലിയെ അനുവദിക്കുകയാണ്. ടു ജിഗിൾ ചെയ്യാറിനാൽ മൂവ് ഓർ മേക്ക് സംതിങ്, മൂവ് അപ്പ് ആൻഡ് ഡൗൺ. മുകൾക്കും താഴേക്കും ഇങ്ങനെ ആകുക. കണ്ടിട്ടില്ല ഞങ്ങൾ പുലിക്കളി ഉണ്ടോ? പുലിക്കളി തൃശ്ശൂരൊക്കെ പുലിക്കളി കണ്ടിട്ടില്ലേ? എന്താണ് ബാബുട്ടങ്ങൾ, ശ്രദ്ധിച്ചിട്ടില്ല? നാളെ മുതൽ തൃശ്ശൂർക്ക് പോവുക, പുലിക്കളി കാണുക കേട്ടോ. അപ്പോൾ അവരുണ്ടാവും അവിടെ വയറ് ഒന്ന് മുകളിലോട്ട് പോകും, ആകാശം തൊടും, പിന്നെ നേരെ ഇങ്ങോട്ടൊന്ന് ഭൂമിയും തൊടും. അങ്ങനെ വയറ് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ മനസ്സിലായില്ലേ? ഓക്കെ, അതന്നെ. അപ്പോൾ ഓൾഡ് ഫോക്സ് അലോ ദെയർ ബെല്ലീസ്. അപ്പോൾ അതിവരിങ്ങനെ കുലുങ്ങിച്ചിരിക്കുകയാണ്. ജിഗിൾ ചേർന്ന് കുലുങ്ങിച്ചിരിക്കുക എന്ന് അർത്ഥട്ടാ. അപ്പം വയറ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും. ലൈക്ക് സ്ലാവ് ടാമ്പറിൻസ്. അവിടെ ഒരു സിമിലിയാണ്. എന്താ പറയുന്നത്? സാദൃശ്യം പറയാണ്. ലൈക്ക് ഏതുപോലെ? സ്ലാവ് ടാമ്പറിൻസ്. ടാമ്പറിൻ പോലെ. ടാമ്പറിൻ എന്ന വാക്കിൻ്റെ അർത്ഥം എ കൈൻഡ് ഓഫ് ഡ്രമ്മാണ്. നമ്മൾ ഈ കൈകൾ കൊണ്ട് ഇങ്ങനെ കൊട്ടുമ്പോൾ ഒച്ച ടം ടം അല്ലേ. അപ്പോൾ ഇതേപോലെ ഒരു സാധനത്തിൻ്റെ ഒച്ച എങ്ങനെ വരും? എങ്ങനെ? വയറ് മുകൾക്ക് പോയി അവിടെ അടിക്കും, പിന്നെ താഴേക്കൊന്നും ഇങ്ങനെ അടിക്കും, അങ്ങനെ ഒച്ച ഇങ്ങനെ കേൾക്കും ഉണ്ടാ. ഇങ്ങനെ പിന്നെ ടാമ്പറിൻ കുലുങ്ങുന്നത് പോലെ, ടാമ്പറിൽ നിന്ന് ഒച്ച വരുന്നത് പോലെ കുലുങ്ങിച്ചിരിക്കുമ്പോൾ തൻ്റെ വയറുകൾ ബെല്ലീസ് ജിഗിൾ ചെയ്യുന്നു, അപ്പ് ആൻഡ് ഡൗൺ, മുകളിലോട്ടും താഴോട്ടും പോകുന്നു. ഈ സമയത്ത് പിന്നെ പള്ളയുടെ ബാക്കിയുള്ള സ്ഥലത്ത് തട്ടി ഒച്ചപ്പാടൊക്കെ
ഉണ്ടാക്കുന്നു എന്നർത്ഥം. ഇങ്ങനെ ഒന്നിനെയും മൈൻഡ് ചെയ്യാതെ വളരെ സിമ്പിളായി നോർമലായി ചിരിക്കുന്നവരാണ് നമ്മളെ ഓൾഡ് ഫോക്സ്. നേരെ മറിച്ചാണ് ആര്? യൂത്ത്. പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, എൻ്റെ കൂടെ അല്ലേ? ഫസ്റ്റ് സ്റ്റാൻസ മനസ്സിലായോ? ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, താങ്ക് യു. ഇവിടെ ഒരു സിമിലി ഉണ്ട്. സിമിലി എന്ന് പറഞ്ഞാൽ ഒന്നിനെ മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്തുക. ഇവിടെ എന്താണ്? പിന്നെ ഇവരുടെ വയറിനെ സാദൃശ്യപ്പെടുത്തിയത് ഏതിനോടാണ്? ടാമ്പറിനോടാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ മക്കളെ, ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റാൻസ വായിക്കാം. സെക്കൻഡ് സ്റ്റാൻസ ഇവിടെ ഒരു മെറ്റഫറായിട്ട് പറയാം. എന്താ പറയുന്നത് അറിയോ? സെക്കൻഡ് സ്റ്റാൻസയിൽ പറയുന്നത് പിന്നെ ഒരു ലിക്വിഡ്, ഒരു പാത്രത്തിൽ ലിക്വിഡ് ഒഴിച്ചാൽ, ദ്രാവകം ഒഴിച്ചാൽ, എണ്ണക്കൊഴിച്ചാൽ അത് എത്രമാത്രം തുളുമ്പും, അതുപോലെയാണ് ഇത്ര വയറ്. നോക്കൂ, ദ ഹോളേഴ്സ്. നോക്കൂ, ദ ഹോളേഴ്സ്. ഹോളേഴ്സ് മീൻസ് അഥവാ ലൗഡ് ഷൗട്ട് വിതൗട്ട് എനി ഇൻഹിബിഷൻ. അടാ, ലൗഡ് ഷൗട്ട്, ഉറക്കെ ഒച്ചുണ്ടാക്കുക, ചിരിക്കുക. വിതൗട്ട് എനി ഇൻഹിബിഷൻ, ഒരു കൺട്രോളില്ലാതെ, ഒരു വിലക്കുമില്ലാതെ, ഇൻഹിബിഷൻ ഇല്ലാതെ ആർത്താർത്ത് ചിരിക്കുക. അവർക്കാണ് ഹോളേഴ്സ് എന്ന് പറയാം. അത്തരം വൃദ്ധർ, ദ ഹോളേഴ്സ്, റൈസ് അപ്പ് ആൻഡ് സ്പില്ല്. അവരെന്ത് ചെയ്യുന്നു? റൈസ് അപ്പ് ആൻഡ് സ്പില്ല് എന്ന് പറഞ്ഞത്. അപ്പോൾ അവർ ഉയരുന്നു. ആൻഡ് സ്പില്ല് ചെയ്യുക എന്ന് പറഞ്ഞാൽ പിന്നെ ഓവർഫ്ലോ ചെയ്യുക എന്നർത്ഥം. തുളുമ്പി പോവുക, പാത്രത്തിൽ നിന്ന് തുളുമ്പുക. ഓവർ എനി വേ ദേ വാണ്ട്, അവർ എങ്ങനെയൊക്കെയാണോ ഉദ്ദേശിച്ചത് അതിലൊക്കെ. ദാറ്റ് മീൻസ് ഒരു പാത്രത്തിലേക്ക്, വെസലിലേക്ക് നമ്മൾ ദ്രാവകം ഒഴിച്ചാൽ അതിൽ നിന്ന് എങ്ങനെ തുളുമ്പും, തുളുമ്പിയിട്ട് അതിൻ്റെ കണ്ടെയ്നർ അതിൻ്റെ ആ വക്കിലൂടെയൊക്കെ എങ്ങനെ ഒലിക്കുമല്ലോ, അതുപോലെ ഇവരുടെ വായയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? പിന്നെ ചിരി അങ്ങോട്ട് പടർന്നിട്ട് പെരുഞ്ചിരിക്കുകയാണ് കേട്ടാ. അപ്പോൾ ലിക്വിഡിനോടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? മെറ്റഫർ കൊണ്ടുവന്നിരിക്കുന്നത്. ലിക്വിഡിനോട്. ഇവരുടെ ചിരിയെ എന്തിനോട് ഉപയോഗിച്ചു? ലിക്വിഡ്, ദ്രാവകത്തോട്. ഇനി മറ്റൊരു ചൊറുക്കുള്ള വർത്താനം പറയുന്നത് സെക്കൻഡ് സ്റ്റാൻസിൻ്റെ അവസാനത്തെ ലൈന്. എല്ലാവരും ശ്രദ്ധിക്കൂ. വെൻ ഓൾഡ് ഫോക്സ് ലാഫ്, വെൻ ഓൾഡ് ഫോക്സ് ലാഫ്, വൃദ്ധർ ചിരിക്കുമ്പോൾ, ദേ ഫ്രീ ദ വേൾഡ്, അവർ എന്തിനെ സ്വതന്ത്രമാക്കുന്ന? ലോകത്തെ സ്വതന്ത്രമാക്കുകയാണ്. അവർ ചിരിക്കുമ്പോൾ അവർ മുഴുവൻ സ്വാതന്ത്ര്യവും, ഈ ലോകത്തിൻ്റെ മുഴുവൻ സ്വാതന്ത്ര്യവും അവരെന്ത് ചെയ്യുന്നു? സ്വീകരിക്കുന്നു എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നും നോക്കാനില്ലല്ലോ. ദേ ഹാവ് നോ അപ്പ് നോ ഡൗൺ, അല്ലേ? നോ റൈറ്റ് നോ ലെഫ്റ്റ്, എവിടേക്കും നോക്കാനില്ല. ദേ ആർ ഫ്രീ ടോട്ടലി, അവർ മൊത്തത്തിൽ ഫ്രീ ആണ്. അപ്പോൾ അതുകൊണ്ട് പറയുകയാണ് എന്ത്? ഓൾഡ് ഫോക്ക് ചിരിക്കുമ്പോൾ ദേ ഫ്രീ ദ വേൾഡ്, അവർ ലോകത്തെ തന്നെ എന്ത് ചെയ്യുകയാണ്? സ്വതന്ത്രമാക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമായിട്ടായിരിക്കും അവർക്ക് ഇത്ര സ്വാതന്ത്ര്യം കിട്ടുന്നത്. ആ ചിരിയിലാണ് ലോകത്തിൻ്റെ സ്വാതന്ത്ര്യം അടങ്ങിയിരിക്കുന്നത് എന്നർത്ഥം. സെക്കൻഡ് സ്റ്റാൻസ മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, താങ്ക് യു. ഓക്കെ ഗൈസ്, മൂവിങ് ഓൺ തേർഡ് സ്റ്റാൻസ. നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത് ഫ്രീ വേഴ്സാണ്, അതുകൊണ്ട് ഒരു പ്രാസം ഒന്നും ഇതിൽ കാണൂല കേട്ടാ. തേർഡ് സ്റ്റാൻസൻ്റെ കൂടെ എല്ലാവരും വായിക്കുക. കമോൺ. റിട്ടേൺ സ്ലൗലി സ്ലൈലി നോയിങ് ദ ബെസ്റ്റ് ആൻഡ് ദ വേസ്റ്റ് ഓഫ് റിമെമ്പറിങ്. നോക്കൂ, ദ ടേൺ സ്ലൗലി, ദ മീൻസ് ഓൾഡ് ഫോക്സ്. അവരിങ്ങനെ മെല്ലെ മെല്ലെ ലുക്കിംഗ് ദെയർ ഓൺ പാസ്റ്റ് കേട്ടാ. അവർ മെല്ലെ ഇങ്ങനെ തിരിയാണ്. ദാറ്റ് മീൻസ് അവർ അവരുടെ പാസ്റ്റിലേക്ക് മെല്ലെ ഇങ്ങനെ കണ്ണോടിച്ച് നോക്കുമ്പോൾ. ഓൾഡ് ഫോക്ക് എന്ന് പറയുമ്പോൾ വയോവൃദ്ധരല്ലേ അല്ലേ? ഓക്കെ. അപ്പോൾ അവരിങ്ങനെ ഒരു പിന്നെ ഇനി ജീവിതത്തിൽ ഒന്നും സംഭവിക്കാനില്ല, എല്ലാം സംഭവിച്ചു കഴിഞ്ഞു എന്ന അർത്ഥത്തിൽ റൂമിലൊക്കെ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവരവരുടെ പാസ്റ്റിലേക്ക് ഇങ്ങനെ മെല്ലെ ടേൺ സ്ലോലി. സ്ലൈലി നോയിങ്, സ്ലൈലി മീൻസ് കണ്ണിങ്ലി, വളരെ കുശാഗ്രമായി അവർക്കറിയാം, വളരെ മനോഹരമായിട്ട് സ്ലൈലി നോയിങ് അവർക്കറിയാം എന്ത്? ദ ബെസ്റ്റ് ആൻഡ് ദ വേസ്റ്റ് ഓഫ് റിമെമ്പറിങ്, അല്ലേ? ഇത്രയും കാലം, ഈ സ്പാൻ ഓഫ് ഇയേഴ്സ്, ഇത്രയും വർഷങ്ങൾ, ബെസ്റ്റ് ആൻഡ് ദ വേഴ്സ്, അവരുടെ ലൈഫിൽ അവർക്കുണ്ടായിട്ടുള്ള ബെസ്റ്റുകൾ, ദാറ്റ് മീൻസ് വളരെ നല്ല കാര്യങ്ങൾ, സുഹൃതങ്ങൾ, ആൻഡ് ദ വേസ്റ്റ് അകൃതങ്ങൾ, ദാറ്റ് മീൻസ് എന്താ പറയുക, തിന്മകൾ, നന്മകളും, ജീവിതത്തിൽ ഇന്നേ വരെ ചെയ്ത നന്മകളും തിന്മകളും അവരിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഓർത്തുണ്ടാക്കുക. ദ ബെസ്റ്റ് ആൻഡ് ദ വേസ്റ്റ്. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ. ഓഫ് റിമെമ്പറിങ്. ഓക്കെ, റിമെമ്പറിങ് മീൻസ് മെമ്മറീസ് എന്നർത്ഥം. മെമ്മറീസ്, ഓർമ്മകളുടെ, അതാണ് റിമെമ്മറി. അപ്പോൾ ഓർമ്മകളിലെ വേസ്റ്റ് തിന്മകൾ, ബെസ്റ്റ് നന്മകൾ വളരെ കണ്ണിങ് ആയിട്ട് അവരിങ്ങനെ ഓർത്തെടുക്കുകയാണ്. കട്ടുമ്പോൾ ഇങ്ങനെ കിടക്കുമ്പോൾ. മനസ്സിലായി ഞങ്ങൾക്ക്? ഓക്കെ. ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പോൾ അവർക്കുള്ളത്.
ഇനി നെക്സ്റ്റ് വായിക്കൂ. സലൈവ ഗ്ലിസൺസ് ഇൻ ദ കോണേഴ്സ് ഓഫ് ദെയർ മൗത്ത്സ്. ഈ വയസ്സായത് കൊണ്ട് തന്നെ അവർക്ക് പല്ലൊക്കെ ഏകദേശം കൊഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് സലൈവ ഗ്ലിസൺസ്. സലൈവ മീൻ സ്പിറ്റിൽ ഏട്ടാ, ഉമിനീര് എന്നർത്ഥം ഏട്ടാ, ഉമിനീര്. ഗ്ലിസൺ അതിങ്ങനെ ഗ്ലിറ്റർ ചെയ്യുന്നു, ഗ്ലീം ചെയ്യുന്നു, മിന്നിത്തിളങ്ങാൻ. ഉമിനീരിങ്ങനെ അതിങ്ങനെ തിളങ്ങണം. ഇൻ ദ കോണേഴ്സ് ഓഫ് ദെയർ മൗത്ത്സ്, അവരുടെ വായയുടെ രണ്ടഗ്രങ്ങളിൽ അല്ലേ, നമ്മുടെ വായ കണ്ടില്ലേ, അതിൻ്റെ രണ്ടറ്റത്തുള്ള ഇങ്ങനെ ഉമിനീരിങ്ങനെ ഇങ്ങനെ കിടന്ന് കളിക്കുകയാണ്. മനസ്സിലായി നിങ്ങൾക്ക്? ഇതൊരു വയസ്സിൻ്റെ അടയാളമാണ് കേട്ടോ. സലൈവ ഗ്ലിസൺസ് ഇൻ ദ കോണേഴ്സ് ഓഫ് ദെയർ മൗത്ത്സ്, ദെയർ ഹെഡ്സ് വോബിൾ. അപ്പോൾ വാർദ്ധക്യമാണ് എന്ന് കാണിക്കുന്നതാണ് ഈ പറയുന്നത്. സെക്കൻഡ്, ദെയർ ഹെഡ്സ് വോബിൾ. അവരുടെ തലകളാണെങ്കിലോ, ഈ ഓൾഡ് ഫോക്കിൻ്റെ ഹെഡ്സുകൾ വോബിൾ ചെയ്യാറുണ്ട്, മൂവ് അൺസ്റ്റഡിലി. ദാറ്റ് മീൻസ് കാലുറക്കാതെ, ഈ കള്ളൊക്കെ കുടിച്ച പോലെ കാലുറക്കാതെ വശങ്ങളിലേക്ക് ഇങ്ങനെ ആടുമല്ലോ, ഇങ്ങനെ ആ ഒരു അർത്ഥത്തിൽ കേട്ടോ. അതാണ് ഹെഡ്സ് വോബിൾ, അവരുടെ തലകൾ ആടിക്കൊണ്ടിരിക്കുന്നു. ഓൺ ബ്രിട്ടിൽ നെക്സ്, എവിടെ? വല്ലാത്തൊരു ഉപയോഗമാണ്. തലകൾ ഇങ്ങനെ ആടിക്കളിക്കുകയാണ്. എവിടെ? ഓൺ ബ്രിട്ടിൽ നെക്സ്. ബ്രിട്ടിൽ മീൻസ് ഈസിലി ബ്രോക്കൺ എന്നർത്ഥം. ഈസിലി ബ്രോക്കൺ, വേഗത്തിൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉള്ള. ബ്രിട്ടിൽ നെക്ക്, കഴുത്ത് അല്ലേ. ആ കഴുത്ത് കണ്ടാൽ തോന്നും ഇതിപ്പോൾ ഒടിഞ്ഞു പോകും. അങ്ങനത്തെ വേഗത്തിൽ ഒടിയാൻ, വേഗത്തിൽ പൊട്ടാൻ ഉതകുന്ന രീതിയിലുള്ള കഴുത്തിന് മുകളിൽ ഒരു ഹെഡ്, തല ഇങ്ങനെ വോബിൾ ആടിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് വാർദ്ധക്യത്തിന് അങ്ങേ തലക്ക് എത്തിക്കുന്ന അർത്ഥം കേട്ടോ. കഴുത്ത് കണ്ടാൽ തോന്നും ഇപ്പോൾ അത് പൊട്ടി പോകുന്നു തോന്നും. അതിൻ്റെ മുകളിൽ തല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുകയാണ്. ക്ലിയറാണല്ലോ? ഓക്കെ. ബട്ട് ദെയർ ലാപ്സ്, പക്ഷേ അവരുടെ ലാപ്പുകൾ, ദാറ്റ് മീൻസ് അവരുടെ മടിയിൽ എന്തുണ്ട്? ഫിൽഡ് വിത്ത് മെമ്മറീസ്. കഴുത്തിന് മുകളിൽ തല ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണെങ്കിലും അവരുടെ മടിയിൽ, ദാറ്റ് മീൻസ് ലാപ്പിൽ, ഫിൽഡ് വിത്ത് മെമ്മറീസ്, ഓർമ്മകൾ കൊണ്ട് സമ്പന്നമാണ്. അപ്പോൾ അവരുടെ ഹൃദയത്തിലും അവരുടെ അന്തർധാരകളിലും ഓർമ്മകൾ എന്ന് പറയുന്ന സാധനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു എന്നർത്ഥം. അണ്ടർസ്റ്റുഡ്? ഗുഡ്. ഓക്കെ ഗൈസ്, മൂവിങ് ഓൺ. ലാസ്റ്റ് സ്റ്റാൻസ, നമുക്ക് അവസാനത്തെ സ്റ്റാൻസയിലേക്ക് ഒന്ന് കടന്നിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. എൻ്റെ കൂടെ വായിക്കൂലേ? എൻ്റെ കൂടെ അല്ലേ നിങ്ങൾ? ഓക്കെ, താങ്ക് യു. വായിച്ചോളൂ. വെൻ ഓൾഡ് ഫോക്സ് laugh, they consider the promise of dear painless death and generously forgive life for happening to them. വളരെ സമൃദ്ധമായ രണ്ട് ലൈനാണ് ഈ പറയുന്നത്. എന്താണ്? വെൻ ഓൾഡ് ഫോക്ക് laugh, വയസ്സർ ചിരിക്കുമ്പോൾ, they consider the promise, അവർക്ക് എന്ത് കിട്ടുകയാണ്? ഒരു പ്രോമിസ് ലഭിക്കുക എന്ന് പറഞ്ഞല്ലേ, ഓഫ് ഡിയർ പെയിൻലെസ് ഡെത്ത് അല്ലേ. ഓൾഡ് ഫോക്ക് ചിരിക്കുന്ന സമയത്ത് അവർക്കൊരു വാഗ്ദത്തം ലഭിക്കുകയാണ്. എന്താണ് അവിടെ ചിരിക്കുമ്പോൾ പ്രോമിസ് ലഭിക്കുന്നത്? ഓഫ് ഡിയർ പെയിൻലെസ് ഡെത്ത്, മരണമെന്ന സത്യം അവർ അംഗീകരിക്കുകയാണ്. ദാറ്റ് മീൻസ് ദേ ഹാവ് നോ ടൈം, ഇനി അവർക്ക് എന്തില്ല, ടു സ്പെൻഡ് ഹിയർ, ഈ ഭൂലോകത്ത് ഇനി അത് കൂടുതൽ സമയം ചെലവഴിക്കാനില്ല. ദേ ആർ എന്താ പറയുക, നിയർ ടു ഡെത്ത്, അവർ മരണത്തോട് അടുത്തിരിക്കുന്നു എന്ന് അവരുടെ മനസ്സിനെ സജ്ജമാക്കുകയാണ് ഈ ചിരിയിലൂടെ അവർ ചെയ്യുന്നത്. വിളിക്കുന്ന രണ്ട് സംഗതി നോക്കൂ. ഡിയർ, മരണത്തെ വിളിക്കാണ് ഡിയർ എന്ന് വിളിക്കുന്നത്. ഡിയർ എന്ന് വിളിക്കാൻ കാരണം എന്താ? നമ്മൾ ഏറ്റവും ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ നമ്മൾ ഡിയർ എന്ന് വിളിക്കും അല്ലേ, നമ്മളേറ്റവും ഉറ്റ കൂട്ടുകാരൻ ഡിയറാണ്. ഇവിടെ ഓൾഡ് ഫോക്സിന് ഇനി കീഴ്മേൽ നോക്കാനില്ല. അവരുടെ ഉറ്റ സുഹൃത്ത് ഇനി ആര് മാത്രമാണ്? കമോൺ, ഡെത്ത് ഓൺലി, മരണം മാത്രമാണ്. അതുകൊണ്ടാണ് ഡെത്തിനെ ഇവിടെ എന്ത് ചെയ്യുന്നത്? ഡിയർ എന്ന് പേഴ്സണിഫൈ ചെയ്യുന്നത്. ഓക്കെ. പിന്നീട് പെയിൻലെസ് എന്നാ പറയുന്നത്. പെയിൻലെസ് ഡെത്ത്, മരണത്തിന് വേദനയില്ലാത്ത മരണം എന്നാണ് പറയുന്നത്. എന്താണ്? വേദനയില്ലാത്ത മരണം. അതെങ്ങനെ ഡിയർ എന്ന് മരണത്തെ വിളിക്കുക അല്ലേ? അവിടെ ഒരു പാരഡോക്സാണ്. അഥവാ മരണത്തിന് നല്ല വേദനയുണ്ടാകും, മരണത്തെ ആരും ഡിയറായി കാണാറില്ല. ഉണ്ടോ? ഇല്ല. പക്ഷേ ഇവിടെ കവി ഡിയറായി കാണുന്നു, പെയിൻലെസ് ആയി കാണുന്നു. ദാറ്റ് മീൻസ് ഇനി കവിക്ക് മുകളിൽ ആകെ ഇതേ വരാനുള്ളൂ. അതിനെ സ്വീകരിക്കാൻ ആര് റെഡിയാണ്? മനസ്സാ വാചാ കർമ്മണ ഓൾഡ് ഫോക്ക് തയ്യാറാണ് എന്ന് കാണിക്കാനാണ് കവി ഇവിടെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റിൽ വരികയാണ്, ഒരു പാരഡോക്സ് കൊടുത്തുകൊണ്ട്. ഡെത്ത് ഈസ് ദ എൻഡ് ഓഫ് ലൈഫ് ആൻഡ് ഓഫൺ വൈഡ്ലി ഹെൽഡ് ടു ബി ദ എനിമി ഓഫ് മാൻ അല്ലേ. മരണം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അവസാനമാണല്ലോ ലൈഫിൻ്റെ. മാത്രമല്ല ആൻഡ് ഓഫൺ വൈഡ്ലി ഹെൽഡ് ടു ബി ദ എനിമി ഓഫ് മാൻ, വിശാലാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ എനിമിയാണ് മരണം. ഹിയർ ഇറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ഡിയർ, എന്നാൽ ഇവിടെ ഡിയർ എന്ന പേരിലാണ് വിശേഷിപ്പിച്ചത്.
ടു സജസ്റ്റ് സം ഫോം ഓഫ് അഫെക്ഷൻ ഫോർ ദാറ്റ് വിച്ച് വിൽ ഫൈനലി ഓഫർ റെസ്റ്റ്. അല്ലേ, ഇനി എന്നേക്കുമായി നിത്യശാന്തി ലഭിക്കുവാൻ, അല്ലേ, ഒരവസാന റെസ്റ്റ് ഇനിയില്ല ലൈഫിൽ, ഇനിയില്ല. ഇത്രയും വാർദ്ധക്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഏറ്റവും കഷ്ടപ്പാട് പിടിച്ചൊരു രംഗമാണ് വാർദ്ധക്യം, അല്ലേ. ആരും പിന്നെ നമ്മളെ കെയർ ചെയ്യാനില്ലെങ്കിൽ തീർത്തും നമ്മൾ മരണം കൊതിച്ചു പോകും. അങ്ങനത്തെ രംഗമാണ് വാർദ്ധക്യം, ഓൾഡ് എന്ന് പറയുന്നത്. ഈ സമയത്ത് ഇനി മരിച്ചു കഴിഞ്ഞാൽ പൂർണ്ണ റെസ്റ്റാണല്ലോ, കംപ്ലീറ്റ് റെസ്റ്റാണല്ലോ. അതുകൊണ്ടാണ് മരണത്തെ ഏറ്റവും ഉറ്റ സുഹൃത്ത് എന്ന നിലയിൽ ഡിയർ എന്ന് വിളിക്കുന്നത്, പെയിൻലെസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു പാരഡോക്സ് ആണ് കവി കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, താങ്ക് യു അല്ലേ, ക്ലിയർ അല്ലേ? ഓക്കെ. ആൻഡ് ജനറസ്ലി ഫോർഗീവ് ലൈഫ് ഫോർ ഹാപ്പനിങ് ടു ദം. മാത്രമല്ല ആൻഡ് ജനറസ്ലി ഉദാരമായിട്ട് ഫോർഗീവ്, എന്തിനു ക്ഷമിക്കുകയാണ്? ഫോർഗീവ് ചെയ്യാൻ വിട്ടുവീഴ്ച. ലൈഫ് ഫോർ ഹാപ്പനിങ് ടു ദം, അവർക്ക് സംഭവിച്ച ജീവിതത്തിൽ അവർക്ക് സംഭവിച്ചതിനൊക്കെ ഒരു എന്ത് കൊടുക്കുകയാണ്? ഫോർഗീവ്, വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് മരണത്തിനെ സംശീകരിക്കാൻ, മരണത്തിനെ പുൽകാൻ ആര് തയ്യാറാകാണ്? മെൻ്റലി ആര് പിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുകയാണ്? ഈ ഓൾഡ് ഫോക്ക്. അതുകൊണ്ടാണ് മരണത്തെ എന്ത് വിളിക്കുന്നത്? ഡിയർ എന്നും പെയിൻലെസ് എന്നും ഡെത്ത് എന്നും വിളിക്കുന്നത്. മനസ്സിലായല്ലോ? ദ ലാസ്റ്റ് 4 ലൈൻസ് ഓഫ് ദ പോം മേക്ക് ദ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്. കവിതയുടെ അവസാനത്തെ 4 വരികൾ കവി എവിടേക്ക് എത്തുകയാണ്? ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക്. അബൌട്ട് ഓൾഡ് പീപ്പിൾ ലോഫിങ്. അതിൻ്റെ ഇറ്റ് ഈസ് എ വേ ഓഫ് ലുക്കിംഗ് ടുവാർഡ്സ് വാട്ട് ഡെത്ത് വിൽ ഓഫർ. ഇത് എന്തിനെ കാണിക്കുന്നു? മരണം എന്താണ് ഓഫർ കൊടുക്കുന്നത്? ആൻഡ് ലെറ്റ്സ് ദം മേക്ക് പീസ് വിത്ത് ദിസ് ലൈഫ്. ഈ ജീവിതത്തിൽ ജീവിച്ചു കഴിഞ്ഞപ്പോൾ അവസാന കാലഘട്ടത്തിൽ മനുഷ്യൻ നരകിച്ച്, അല്ലേ, നരകയാതന അനുഭവിക്കുകയാണ് വാർദ്ധക്യത്തിൽ. ഈ സമയത്ത് ഇനി മരണത്തോടു കൂടി കിട്ടാൻ പോകുന്ന എന്താണ്? ഓഫർ എന്താണ്? ലെറ്റ്സ് ദം മേക്ക് പീസ് വിത്ത് ദിസ് ലൈഫ്. ഈ ജീവിതത്തിൻ്റെ അവസാനത്തോടു കൂടി ഇനി കിട്ടാൻ പോകുന്നത് സന്തോഷവും സമാധാനവും ലഭിക്കാൻ പോകുന്ന ഒരു ലോകത്തേക്കാണല്ലോ ഞാൻ പോകുന്നത് എന്ന് ഈ ഓൾഡ് ഫോക്സ് എന്താണ്? മാനസികമായി ചിന്തിക്കുകയാണ്. അതുകൊണ്ടാണ് കവി ഓൾഡ് ഫോക്ക് മരണത്തെ എന്ത് വിളിക്കുന്നത്? പെയിൻലെസ് ആൻഡ് ഡിയർ ഡെത്ത് എന്ന് വിളിക്കാൻ കാരണം. യു അണ്ടർസ്റ്റുഡ്? ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഓൾഡ് കമോൺ ഫോക്സ് ലോഫ് റിട്ടൺ ബൈ മായ ഏഞ്ചലോ. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ ആണോ? ഓക്കെ, എങ്കിൽ ഇത്ര കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ വളരെ കൃത്യമായി പഠിക്കുക, നല്ല കുട്ടികളാവുക. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നല്ലൊരു ശുഭദിനം നേരുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.